കത്തിയാണ് ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട്. മൂന്ന് പേരുണ്ട്. നടുക്കിരിക്കുന്നത് അത്ര വരില്ല. ഒരു മിനിറ്റ്, ഈ കത്തി ബാലൻസ് ചെയ്യാൻ കത്തി നമ്മള് നമ്മുടെ മൂക്കിന് ഇതുണ്ടല്ലോ, ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇത് മൂർച്ച ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നമ്മുടെ ആങ്കറിനെ ഇങ്ങോട്ട് വിളിക്കാണ്. അതാളൊന്ന് വന്ന് ഈ കത്തി എടുത്തിട്ട് ഒന്ന് മൂർച്ച ഒന്ന് ചെക്ക് ചെയ്യാൻ. ഹലോ, അങ്ങനെ ഞരമ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അല്ല, ആങ്കർ വരട്ടെ. അതെ, പിന്നെ കുട്ടികൾ ഇത് അനുകരിക്കില്ലേ? അയ്യോടാ, നിന്റെ ഐഡിയ പൊക്കളായിരുന്നു. അല്ലേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ നോക്കിട്ട് പറയാം. ഒറിജിനൽ കത്തിയാന്നേ. ഇല്ല, ഞങ്ങൾക്ക് ചോര കാണാണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല. ചോര കാണണം. മൂർച്ചയുണ്ട്. അപ്പൊ ഈ കുക്കുംബർ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ കത്തി മൂർച്ചയുള്ള കത്തിയാണോ നമുക്ക് നോക്കാം. ആങ്കറിന്റെ നാക്കിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാ പറഞ്ഞു എടുക്കണേ. അപ്പൊ ഞാൻ അത് പിടിക്കാം. കൈമ കട്ട് ചെയ്യരുത്, കൈമ കട്ട് ചെയ്യരുത്. ഇങ്ങനെ മുറിക്കല്ല, ഒറ്റ വെട്ടാണോ? ചേട്ടേ, നന്നായിട്ട് കട്ട് ചെയ്യാൻ അറിയാം. അപ്പൊ കത്തിക്ക് ആള് പറയുന്നത്, ആങ്കർ പറയുന്നത് കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടെന്നാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ കത്തി വെച്ചിട്ടുള്ള ബാലൻസിങ് നമുക്ക് നോക്കിയാലോ? മൂക്കിലോ? ആ, മൂക്കില്. അപ്പൊ മൂക്ക് കാണിക്കലീന. മൂക്കിൽ ഞാനല്ല പുള്ളിക്കാരൻ. യോ, എന്റെ ദൈവമേ. അതിന്റെ ടിപ്പാണ് മൂക്കിലെത്തിയിരിക്കുന്നത് കേട്ടോ. ഞാനല്ല, ജോൺ പോൾ ചെയ്യുന്നേ. ഗ്രാഫിക്സ് പോലെ തോന്നുന്നു. രണ്ടും കെട്ടി തൂക്കിട്ട പോലെ തോന്നുന്നു. ഇവിടുന്ന് കാണുന്ന എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇതാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കരുത്. പുള്ളിക്കാരൻ എത്രയോ വർഷത്തെ പ്രാക്ടീസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് എത്ര സമയമാണ് നോക്കണേ. ബാലൻസ് വെച്ച് മടുക്കും. അയ്യോ, സുഖം. അതെ, മതി നമുക്കെന്നെ തോന്നിപ്പോവല്ലേ. സൂപ്പർ ആയിട്ടോ, ഒരു രക്ഷയില്ല.